ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാസ്. മൈ ഡിയർ സുഹൃത്തുക്കളെ, ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ആരംഭിച്ച് പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ കഥ കൊണ്ടുപോകുന്ന ഒരു അടിപൊളി ക്രൈം ത്രില്ലർ മൂവിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഓരോ ചുരുളുകൾ അഴിയുമ്പോഴും പുതിയ പുതിയ ട്വിസ്റ്റുകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2012 റിലീസ് ചെയ്ത കൊളംബസ് സർക്കിൾ എന്ന അമേരിക്കൻ മൂവിയെ കുറിച്ചിട്ടാണ്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു വയസ്സായ അമ്മൂമ്മ പെട്ടെന്നൊരു ശബ്ദം കേട്ട് ഞെട്ടി എഴുന്നേൽക്കും. അവരൊറ്റയ്ക്കാണ് താമസിക്കുന്നത്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ടോർച്ച് ലൈറ്റും അടിച്ച് ഇവര് പോകുമ്പോൾ മുന്നിൽ മുഖംമൂടിയിട്ടൊരു രൂപം. അവരാ രൂപത്തെ കണ്ട് പേടിക്കുമ്പോഴേക്കും എന്തൊക്കെയോ സംഭവിക്കുന്നു. ഒന്നും വ്യക്തമല്ല. പിറ്റേന്ന് പകൽ വെളിച്ചത്തിൽ ഈ അമ്മൂമ്മയുടെ ബോഡി തറയിൽ കിടക്കുന്നു കാണാം. ചുറ്റും പോലീസുകാരുണ്ട്. അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മൂമ്മയാണ്. ഭർത്താവോ കുട്ടികളോ ആരും തന്നെയില്ല. സ്റ്റെപ്പിൽ നിന്നും കാലിടറി വീണ് തലയിടിച്ച് മരിച്ചതായിട്ടാണ് ആദ്യത്തെ നിഗമനം. എന്നാൽ നമ്മുടെ ചെറുപ്പക്കാരൻ പോലീസുകാരന് ചില സംശയങ്ങളുണ്ട്. അമ്മൂമ്മയുടെ കാലിൽ ഒരു ചെരുപ്പേ ഉള്ളൂ. മറ്റൊരു ചെരുപ്പ് ബെഡ്റൂമില. ഒരു ചെരുപ്പിട്ട് ആരെങ്കിലും സ്റ്റെയർ കേസിൽ കൂടെ നടക്കാൻ ശ്രമിക്കും. കൂടുള്ള പോലീസ് പറയും പ്രായമായതല്ലേ, മറന്നിട്ടുണ്ടാവും. ആ നിഗമനം ശരിയായിട്ട് ഹീറോ പോലീസിന് തോന്നുന്നില്ല. അതേപോലെ തന്നെ പടിയിലൂടെ നടക്കുമ്പോൾ സ്ലിപ്പായതാണെങ്കിൽ ഉരുണ്ടു മറിഞ്ഞ് വീണതിന് എന്തെങ്കിലും അടയാളം വേണ്ടേ? അതുമില്ല. മുകളിൽ നിന്ന് താഴേക്ക് തെറിച്ച് വീണതുപോലെയാണ് ബോഡി കിടക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 12 മണിക്കൂറിനകത്ത് ഇവർക്ക് ഏതെങ്കിലും വിസിറ്റേഴ്സ് വന്നിട്ടുണ്ടോ എന്ന് ഹീറോ ചെക്ക് ചെയ്യാൻ പറയും. അമ്മൂമ്മ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഈ ഫ്ലാറ്റിന് എതിർവശത്തായി മറ്റൊരു ഫ്ലാറ്റ്. അവിടെ ഒരു സ്ത്രീയുണ്ട്, ഒരു ലേഡി. അവരാർക്കോ കത്തെഴുതാണ്. എതിർവശത്തുള്ള വീട്ടിലെ അമ്മൂമ്മ മരണപ്പെട്ടു. ഇപ്പൊ ആ വീട് വേക്കന്റ് ആണ്. ആ ഫ്ലാറ്റ് കൂടെ എനിക്ക് വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അത് എന്റെ പേരിലാക്കാനുള്ള ഏർപ്പാടുകൾ നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വസിക്കുന്നു. ഞാനാണ് ആദ്യമേ അത് ചോദിച്ചത്. എനിക്ക് വേണ്ടി അത് മാറ്റിവെക്കൂ, മറ്റാർക്കും കൊടുക്കരുത് എന്ന് പറഞ്ഞാണ് ഈ ചേച്ചി കത്തെഴുതുന്നത്. അവർ കത്തെഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരൻ പോലീസുകാരൻ ഈ ലേഡിയുടെ ഫ്ലാറ്റിന്റെ കതക് മുട്ടുന്നു. ഹലോ, ആരെങ്കിലും അകത്തുണ്ടോ? ഞാൻ പോലീസാണ്. എതിർ വീട്ടിൽ നടന്ന മരണത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ്. ഒന്ന് കതക് തുറക്കോ എന്ന് ചോദിക്കും. ഈ പെണ്ണ് കതക് തുറക്കുന്നില്ല. ഇവളാണ് നമ്മുടെ ഹീറോയിൻ. കതക് തുറക്കുന്നില്ലെന്ന് കാണുമ്പോൾ ഹീറോ പോലീസ് നേരെ വന്ന് ഈ അപ്പാർട്ട്മെന്റ് നോക്കി നടത്തുന്ന ഒരു മാനേജറുണ്ട്, അയാളോട് സംസാരിക്കും. ഈ അമ്മൂമ്മയ്ക്ക് ഏതെങ്കിലും വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കവേ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറയുക. അമ്മൂമ്മയുടെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിലെ ആളുടെ പേരെന്താണ്, അവരുടെ ഡീറ്റെയിൽസ് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ മാനേജർ പറയും അവരുടെ പേര് അബിഗെയിൽ ക്ലെയ്റ്റൺ എന്നാണ്. ഒരു ലേഡിയാണ്, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അവരെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയും എന്ന് ഹീറോ ചോദിക്കുമ്പോൾ ആ മാനേജർ പറയും ആക്ച്വലി അവരെക്കുറിച്ച് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല. ഞാനിവിടെ മാനേജറായി വന്നിട്ട് 11 വർഷമായി. ഇതുവരെ ഞാൻ അവരെ കണ്ടിട്ടില്ല. അവർ ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് വരാത്തൊരു ടൈപ്പ് ആളാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു കത്തിലൂടെ അവരെന്നെ അറിയിക്കും. ഞാനത് അവർക്ക് ചെയ്തു കൊടുക്കും. ഇങ്ങനെയാണ് ഇത്രയും കാലം കഴിഞ്ഞു പോകുന്നത്. അത് കുറച്ച് സ്ട്രെയിഞ്ച് ആണല്ലോ, എന്താ അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ മാനേജർ പറയും എനിക്കറിയില്ല, ഈ നാട് കൊളംബസ് സർക്കിൾ ആണല്ലോ, ഇവിടെ ഇങ്ങനെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അതൊരു ശീലമാണെന്ന് പുള്ളിക്കാരൻ. അപ്പൊ ഹീറോ പോലീസ് എന്തായാലും നിങ്ങൾ ജോലി കഴിഞ്ഞ് എന്നെ വന്നൊന്ന് കാണൂ, വിശദമായിട്ട് നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട് എന്ന് പറയും. മാനേജർ ശരിയെന്ന് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ ആ ഓപ്പോസിറ്റ് വീട്ടിലെ ലേഡിയോട് സംസാരിക്കട്ടെ, അല്ലെങ്കിൽ വാറണ്ടുമായിട്ട് വരേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ വീണ്ടും വന്ന് ഹീറോയിന്റെ കതക് മുട്ടുന്നു. അവൾ ഒരക്ഷരം മിണ്ടുന്നില്ല. അപ്പൊ ഹീറോ പറയും നിങ്ങൾ അകത്തുണ്ടെന്ന് എനിക്കറിയാം, ദയവ് ചെയ്ത് കതക് തുറക്കൂ. 1-2 ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി മാത്രമാണ്, ഇത് പ്രോട്ടോകോൾ ആണ് എന്ന് പറയും. എന്നാൽ അവർ കതക് തുറക്കുന്നില്ല. അപ്പൊ ഹീറോ ഞാൻ വാറണ്ടുമായി കൂടുതൽ പോലീസുകാരുമായിട്ട് വന്ന് കതക് തല്ലി പൊളിക്കേണ്ടി വരും, എന്നെ അങ്ങനെ ഒരു ആക്രമണം ചെയ്യിക്കാതിരിക്കണം, പ്ലീസ് തുറക്കൂ എന്ന് പറയുന്നു. അപ്പോഴും പെണ്ണ് തുറക്കുന്നില്ല. ഹീറോ ശരി ഞാൻ വാറണ്ടുമായി വരട്ടെ എന്ന് പറഞ്ഞ് പോകുമ്പോഴായിരിക്കും പെണ്ണ് കതക് തുറക്കുക. ഹീറോ തിരിച്ചോടി വന്നിട്ട് എനിക്കൊരു 2-3 ചോദ്യങ്ങളേ ഉള്ളൂ, അതിന് സഹകരിക്കൂ എന്ന് പറഞ്ഞ് അവരെ വീടിനകത്ത് കയറും. ആ പെണ്ണ് ഇരുട്ട് മുറിയിലാണ് ഇരിക്കുന്നത്, മുഖം നേരെ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് അമ്മൂമ്മയെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും എനിക്കറിയില്ല, എനിക്ക് അവരെ നേരിട്ട് പരിചയമില്ല. അപ്പൊ ഹീറോയിൻ ഇത്തിരി പേടിക്കുന്ന കണ്ടിട്ട് അവളെ കൂളാക്കാൻ വേണ്ടി നിങ്ങളുടെ ഫ്ലാറ്റ് നല്ല ഭംഗിയുണ്ട്, ഇത് വൃത്തികേടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണോ ആൾക്കാരകത്ത് കയറ്റാത്തത് എന്ന് ചോദിക്കും. അതിനെ ഹീറോയിൻ ഇതാണോ നിങ്ങളെ പോലീസിൽ പഠിപ്പിച്ചത്? ഒരാളുടെ വീട്ടിൽ കയറി വന്ന് അവരെ ഇൻസൾട്ട് ചെയ്യാനാണോ, കോംപ്ലിമെന്റ് കൊടുക്കാനാണോ പോലീസിൽ പറയുന്നത്? നിങ്ങൾ വന്നത് എന്തിനാണോ ആ കാര്യങ്ങൾ മാത്രം ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ ഹീറോ പറയും ഞാൻ വന്നത് കാര്യങ്ങൾ ചോദിക്കാൻ മാത്രമല്ല, ഒരു കാപ്പിയും കൂടെ കുടിക്കാനാ. എന്നെ ഒരു എതിരാളിയായിട്ട് കാണണ്ട, ഒരു നെയ്ബറായിട്ട് കണ്ടാൽ മതി. ഞാൻ എൻ്റെ ജോലി ചെയ്യാൻ വേണ്ടി മാത്രമാണ് വന്നത്. നിങ്ങൾ എനിക്ക് കാപ്പി തരില്ല? ഈ വീണ്ടും കാപ്പി ചോദിക്കുമ്പോൾ പണ്ടാരക്കാലന് കുറച്ച് കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ ഉണ്ടായിരുന്ന കാപ്പി പിടിച്ച് കപ്പിലൊഴിച്ച് ഹീറോയ്ക്ക് കൊടുക്കുന്നു. ഈ കാപ്പി മേടിച്ച ഹീറോ ആ കാപ്പിയുടെ കപ്പ് പ്ലേറ്റിൽ ഒരു പ്രത്യേക എംബ്ലം ഉണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അമ്മൂമ്മയെ പറ്റി നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും എനിക്കറിയാവുന്ന കാര്യം അവർക്ക് കുറച്ചു നാളായിട്ട് തീരെ സുഖമില്ലായിരുന്നു, ചികിത്സയിലാണ്, ഒറ്റയ്ക്ക് കഴിയുന്നതുകൊണ്ട് എന്തെങ്കിലും അപകടം പറ്റിയതായിരിക്കാം, അതാണ് എൻ്റെ കണക്കൂട്ടൽ. അപ്പൊ ഹീറോ
നിങ്ങൾ ഈ മുറി വിട്ട് പുറത്തേക്ക് വരാത്തത് നിങ്ങൾക്ക് അഗോറാഫോബിക് എന്ന അസുഖം ഉള്ളത് കൊണ്ടാണോ? സമൂഹത്തെ നിങ്ങൾ പേടിക്കുന്നുണ്ടോ? ഒരുപാട് നാളായി നിങ്ങൾ പുറത്തിറങ്ങിയിട്ടില്ല എന്ന് മാനേജർ പറഞ്ഞല്ലോ. ഞാൻ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുകയല്ല. എനിക്ക് അറാക്നോഫോബിയ ഉണ്ട്, ചിലന്തികളെ ഭയമാണ്. അങ്ങനെ ഓരോ മനുഷ്യർക്കും ഓരോ കുറവുകൾ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ചോദിച്ചാണ്. അപ്പൊ അവള് പറയും, അതെ, എനിക്ക് സമൂഹത്തെ പേടിയാണ്, മനുഷ്യരെ പേടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഒളിച്ചു കഴിയുന്നത്. അപ്പൊ ഹീറോ കഴിഞ്ഞ 12 മണിക്കൂറിൽ അമ്മൂമ്മയുടെ മുറിയിൽ നിന്നും അസാധാരണമായ ശബ്ദമോ പുതിയ ഏതെങ്കിലും വിസിറ്റേഴ്സ് വന്നു പോകുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ, കേട്ടിരുന്നോ എന്ന് ചോദിക്കും. ഹീറോയും പറയും, ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരെപ്പോഴാണ് മരിച്ചതെന്ന് പോലും എനിക്കറിയില്ല, രാത്രിയോ പകലോ എന്ന് എനിക്കറിയില്ല. അവിടെ നിന്നും അസാധാരണമായ ശബ്ദങ്ങളൊന്നും ഉണ്ടായതായി കേട്ടിട്ടുമില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത് എന്ന് ഹീറോയിൻ പറയും. അപ്പൊ ഹീറോ പോലീസ്, എന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കൂ, ഇതാണ് എന്റെ കാർഡെന്ന് പറഞ്ഞിട്ട് കാർഡ് കൊടുത്തിട്ട് പോ. ഇത് കഴിയുമ്പോൾ പോലീസുകാരൻ പോയി കഴിഞ്ഞ് ഹീറോയിൻ അവളുടെ കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ന്യൂസ് വരുന്ന കാണിക്കുന്നുണ്ട്. അതിൽ അമേരിക്കയിലെ ഒരു അംബാനി ഫാമിലി, വാട്ടേഴ്സ് ഫാമിലി എന്നാണ് ആ ഫാമിലി അറിയപ്പെടുന്നത്. ആ വാട്ടേഴ്സ് ഫാമിലിയുടെ ഒരേ ഒരു സന്താനമായ പെൺകുട്ടി, അവളെ 17 വർഷങ്ങൾക്ക് മുന്നേ കാണാതായി. കുട്ടി ഒരുപാട് ടാലന്റഡ് ആണ്. ഈ വയറിൽ വളയൊട്ട് കറക്കുന്നതിൽ റെക്കോർഡൊക്കെ എടുത്തിട്ടുണ്ട് കുഞ്ഞ്. അവൾക്ക് പ്രായപൂർത്തിയായപ്പോൾ സൗദി പ്രിൻസുമായി കല്യാണം കഴിക്കാൻ ഉറപ്പിച്ചതായിരുന്നു. ആ സമയത്താണ് പെൺകുട്ടിയെ കാണാതാവുന്നത്. എന്നിട്ട് ഇതുവരെ ആ കുട്ടി എവിടെയാണെന്ന് യാതൊരു വിവരവുമില്ല. 5 വർഷങ്ങൾക്ക് മുന്നേ ആ പെൺകുട്ടിയുടെ അച്ഛൻ, വാട്ടേഴ്സ് ഫാമിലിയുടെ ഓണർ, മരണപ്പെട്ടു. മരിക്കുന്നത് വരെയും അയാൾ തന്റെ മോളെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം വരെയും കണ്ടുകിട്ടിയില്ല. ഈ വിവരം TV ന്യൂസിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ തന്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അബ്യൂസീവ് ആയിട്ടുള്ള ഒരു ഫാദർ ആയിരുന്നു അവളുടേത്. അച്ഛൻ അവളെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു. ഇത് അവൾക്ക് മൈൻഡിലൂടെ ഫ്ലാഷ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടാവും. അവൾ TV ഓഫ് ആക്കുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഹീറോ ഒരു ആന്റിക് ഷോപ്പിൽ ചെന്നിട്ട് ഹീറോയിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു സിമ്പിളല്ലേ, കപ്പ്ലേറ്റിൽ നിന്ന് കിട്ടിയ സിമ്പിൾ, അതെഴുതി ഈ ആന്റിക് ഷോപ്പുകാരനെ കൊടുത്തിട്ട് ഈ സിമ്പിളിന്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് പറയാൻ പറയും. അപ്പൊ അയാള് കുറച്ച് സമയം വേണം, ഞാൻ കണ്ടുപിടിച്ചാൽ നിങ്ങളെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഹീറോയെ അവിടെ നിന്ന് പറഞ്ഞുവിടാം. അത് കഴിയുമ്പോഴാണ് ഹീറോയുടെ ബഡ്ഡി പോലീസുകാരൻ വിളിക്കുന്നത്. മരിച്ച അമ്മൂമ്മയുടെ ഡാറ്റകൾ പരിശോധിക്കുമ്പോൾ സംശയാസ്പദമായിട്ട് ഒന്നും കാണുന്നില്ല. ഒരു തീരാ രോഗിയാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അമ്മൂമ്മയ്ക്ക് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഇടയ്ക്കിടെ അമ്മൂമ്മയെ വിസിറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടർ റെയ്മണ്ട്. അയാളാണ് ചികിത്സ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ആ റെയ്മണ്ടിന്റെ അഡ്രസ്സ് പോലീസുകാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹീറോയും ബഡ്ഡിയും അങ്ങോട്ട് പോവാണ്. ഈ നേരം അമ്മൂമ്മ മരണപ്പെട്ട ഫ്ലാറ്റല്ലേ, അത് അതിന്റെ ഓണേഴ്സ് വേറെ ആർക്കോ, ഒരു കപ്പിളിന് വേണ്ടി വാടകയ്ക്ക് കൊടുക്കുക. ആ കപ്പിൾ ഈ ഫ്ലാറ്റ് വന്ന് കാണുന്നുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടു. പരസ്പരം ഉമ്മ കൊടുത്ത് അവർ ആ ഫ്ലാറ്റ് വാടകയ്ക്ക് എടുക്കാൻ തീരുമാനിക്കുകയാണ്. ഇത് ഒളിച്ചിരുന്ന് കണ്ട ഹീറോയിന്റെ ആരെയോ വിളിച്ചിട്ട്, അപ്പുറത്തെ ഫ്ലാറ്റ് ഇപ്പൊ റെന്റിന് പോയിരിക്കുന്നു, ഞാൻ എത്രയോ തവണ പറഞ്ഞതല്ലേ നമുക്കത് വാങ്ങിക്കാൻ വേണ്ടി എത്ര പണം കൊടുക്കാനും ഞാൻ തയ്യാറാണെന്ന്, എന്നിട്ട് എന്തുകൊണ്ടാണ് അത് നമ്മളെ കൈവിട്ട് മിസ്സായി പോയത്, നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിച്ചിട്ട് ഹീറോയിൻ ആരോടോ ദേഷ്യപ്പെടുന്നു. അതൊരു മുടി വളർത്തിയ മിഡിൽ ഏജ് മനുഷ്യനാണ്. അങ്ങേര് പറയും, ഞാൻ ആ അപ്പാർട്ട്മെന്റുകാരുമായിട്ട് പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല, അവരെന്റെ ഫോൺ എടുത്തില്ല, ഇപ്പൊ അത് അവർ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണോ, കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം, നീ കുറച്ച് നാളോടെ വെയിറ്റ് ചെയ്യ് എന്ന് പറയും ആ അങ്കിൾ ഡാഡി. ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ, എനിക്കിപ്പോൾ തന്നെ നിങ്ങളെ കാണണം, എത്രയും പെട്ടെന്ന് എൻ്റെ ഫ്ലാറ്റിലേക്ക് പുറപ്പെട്ടു വായോ, മറുത്തൊന്നും പറയണ്ട, എത്രയും പെട്ടെന്ന് വായോ എന്ന് പറയും. ആ അങ്കിൾ ഉടനെ തന്നെ പുറപ്പെട്ട് ഹീറോയിന്റെ ഫ്ലാറ്റിലേക്ക് വരുന്നു. ഹീറോയിൻ അങ്കിളോട് പറയും, എതിർഭാഗത്ത് മുത്തശ്ശി മരിച്ചതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പോലീസുകാർ എന്നെ അന്വേഷിച്ച് എൻ്റെ അപ്പാർട്ട്മെന്റിലേക്ക് വന്നു, എനിക്ക് ആൾക്കാരെ ഇഷ്ടമല്ല എന്നറിയാലോ, അവരെന്തിനാണ് ഇൻവെസ്റ്റിഗേഷൻ എന്നും പറഞ്ഞ് എൻ്റെ ഫ്ലാറ്റിലേക്ക് വന്ന്. ഇത് കേൾക്കുമ്പോൾ അങ്കിള് പറയും, അതൊരു പ്രോട്ടോകോൾ പ്രകാരമല്ലേ, ആ അമ്മൂമ്മ മരിച്ചപ്പോൾ ചുറ്റുമുള്ള ആൾക്കാരുടെ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി എതിർഭാഗത്തുണ്ടായിരുന്ന നിന്റെ വീട്ടിലും വന്നു, ഇനിയിപ്പോൾ അത് സ്വാഭാവിക മരണമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവർ മിണ്ടാതെ പോയിക്കോളും, നീ അതിൽ വറീഡ് ആവണ്ട. അപ്പൊ ഹീറോയിൻ, ആ പോലീസുകാരൻ അയാളുടെ നമ്പറും എനിക്ക് തന്നിട്ടുണ്ട്, ഇതാണ് ആ കാർഡെന്ന് പറഞ്ഞ് അവൾക്ക് പോലീസുകാരൻ കൊടുത്ത കാർഡ് ഈ അങ്കിളിന് കൊടുക്കുന്നു. ആ കാർഡ് എടുത്തു വെക്കാൻ വേണ്ടി അങ്കിൾ തന്റെ പേഴ്സ് എടുക്കുമ്പോഴാണ് ഹീറോയിൻ ചോദിക്കുക, ഞാൻ ഒരുപാട് പുതിയ പേഴ്സ് നിങ്ങൾക്ക് തന്നതാണല്ലോ, എന്നിട്ടും എന്തിനാണ് ഈ പഴയ പേഴ്സ് ഉപയോഗിക്കുന്നത്? അങ്കിള് പറയും, നിന്റെ അമ്മ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്കിത് ഗിഫ്റ്റായിട്ട് തന്ന, ഞാനിതൊരിക്കലും മാറ്റിവെക്കില്ല, ഇതന്നെയായിരിക്കും ഞാൻ തുടർന്ന് ഉപയോഗിക്കുക. അപ്പൊ ഹീറോയിൻ പറയും, എനിക്കെല്ലാം പഴയ അവസ്ഥയിൽ തന്നെ വേണം, പുതിയതൊന്നും വേണ്ട, എനിക്കിവിടെ സമാധാനമായിട്ടിരിക്കണം, ആരും എന്നെ ശല്യപ്പെടുത്തരുത്, ശല്യപ്പെടുത്താൻ നിങ്ങൾ അനുവദിക്കുകയും ചെയ്യരുത്. അത് കേട്ട് അങ്കിളുമാവൻ പറയും, ഇത്രയും കാലമായിട്ട് നിനക്കൊരു ബുദ്ധിമുട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ, നിന്നെ ഞാൻ ടേക്ക് കെയർ ചെയ്തോളാം, ആരും നിന്നെ ശല്യപ്പെടുത്തില്ല, എല്ലാം ഞാൻ നോക്കിക്കോളാം, എന്റെ മോളെ വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് പോകും. ഈ സമയത്ത് ഹീറോയിന്റെ വീടിന് എതിർഭാഗത്ത് താമസിക്കുന്നില്ലേ ഒരു കപ്പിള്, അതിലെ പുരുഷനെ നമ്മുടെ അപ്പാർട്ട്മെന്റിലെ മാനേജർ ലിഫ്റ്റ് വെച്ച് കണ്ടിട്ട് പറയും, സാർ നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, കണ്ട ഒരു ഓർമ്മ പോലെ, എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല, എന്തായാലും മനസ്സിലാകുമ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ട് മാനേജർ പോകുന്നു. അന്ന് വൈകിട്ട് ഹീറോയിൻ ഈ എതിർഭാഗത്തുള്ള കപ്പിൾസ് തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ചെറിയ അടിയല്ല, നല്ല
ശക്തമായ പൊരിഞ്ഞടി തന്നെ. അവരുടെ വാക്കുവാദം മൂക്കുമ്പം ഹീറോയിന് അവളുടെ ചെറുപ്പത്തിലെ ചില ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. ഫ്ലാഷായി പോകുന്നു. അവൾ പേടിക്കും. പേടിച്ച് കതവിലെ ചെറിയ ദ്വാരം വഴി നോക്കുമ്പം ഈ എതിർ വീട്ടിലെ ഭർത്താവ് ഭാര്യ പൊതിരെ തല്ലി തല കൊണ്ടുപോയി ഭിത്തിയിലിടിച്ച് അവളെ ബോധം കെടുത്തിയിട്ട് അയാൾ ഇറങ്ങിപ്പോവാ ദേഷ്യപ്പെട്ട്. നമ്മുടെ പെണ്ണ് കതക് മെല്ലെ തുറന്നു നോക്കുമ്പോൾ ആ അയൽക്കാരി കരഞ്ഞുകൊണ്ട് എന്നെ സഹായിക്കൂ എന്ന് പറയുന്നുണ്ട്. ഹീറോയിൻ ചോദിക്കും, ഞാൻ പോലീസിനെ വിളിക്കട്ടെ എന്ന്. അപ്പൊ അയൽക്കാരി പറയും, ഇല്ല വേണ്ട, പോലീസിനെ വിളിക്കണ്ട, അയാൾ ജയിലിൽ പോയാൽ പിന്നെ എനിക്ക് ആരുമില്ല. എന്നാൽ അയാൾ സഹിക്കാനും കഴിയുന്നില്ല. ഇത് പറഞ്ഞ് പെണ്ണ് കരയുമ്പം ആ പെണ്ണിന്റെ പോയ കെട്ടിയവൻ തിരിച്ചു വരുന്നുണ്ട്. അയാൾ ലിഫ്റ്റ് വഴി തിരിച്ചു വരുന്ന ശബ്ദം ഹീറോയിന് കേൾക്കാം. ഇനിയും ആ പെണ്ണിനെ അവിടെ കിടത്തിയാൽ അയാൾ വീണ്ടും തല്ലിയാലോ എന്ന് വിചാരിച്ചിട്ട് ഹീറോയിൻ ഈ അയൽക്കാരിയെ തന്റെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് കിടത്തുന്നു. അപ്പോഴാണ് അയൽക്കാരിയുടെ കെട്ടിയവൻ വരുന്നത്. അവൾ എതിർഭാഗത്തെ ഫ്ളാറ്റിലാന്ന് പുള്ളിക്കാരന് മനസ്സിലായി. കതക് കൊട്ടി ഭീഷണിപ്പെടുത്തി തുറക്കാൻ പറയുന്നുണ്ട്. ഹീറോയിൻ കതക് തുറന്നു കൊടുക്കില്ല. ഈ അടി കിട്ടിയ പെണ്ണിന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് കിടന്നുറങ്ങിക്കോളാൻ പറയും, റെസ്റ്റ് ചെയ്തോളാൻ പറയും. എന്നിട്ട് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് പോലീസിനെ വിളിക്കേണ്ടെന്ന് പറഞ്ഞത്? വീണ്ടും വീണ്ടും അയാളെ സപ്പോർട്ട് ചെയ്താൽ പുള്ളി വഷളാവല്ലുള്ളൂ. അപ്പൊ അയൽക്കാരി പറയും, അങ്ങേര് എപ്പോഴും ഇതേ സ്വഭാവക്കാരനല്ല. വർക്കിൽ ടെൻഷൻ വരുമ്പോൾ മദ്യപിച്ചാൽ ഇങ്ങനെ ഉപദ്രവിക്കും. എനിക്ക് അയാളല്ലാതെ മറ്റാരുമില്ല. അയാൾ ജയിലിൽ പോയാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാവും. അതുകൊണ്ടാണ് പോലീസിനെ വിളിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ സംഭാഷണം കഴിയുമ്പോൾ സീൻ കട്ട് ചെയ്താൽ ഹീറോ പോലീസും ബഡ്ഡി പോലീസും പുതിയൊരു മരണം നടന്ന സ്പോട്ടിലേക്ക് വരുന്നു. ഒരു വയലിനിസ്റ്റ് ആത്മഹത്യ ചെയ്താണ് ബിൽഡിങ്ങിൽ നിന്നും ചാടി മരിച്ചത്. ബഡ്ഡി പോലീസുകാരൻ ഹീറോയോട് ചോദിക്കും, ഇത് കണ്ടിട്ടും നിനക്ക് സൂയിസൈഡ് ആയിട്ട് തോന്നണല്ലേ എന്ന്. അപ്പൊ ഹീറോ പറയാണ്, നമ്മൾ പോലീസുകാരല്ലേ, എല്ലാ വിഷയങ്ങളെയും നമ്മൾ സംശയിക്കണ്ടേ? എന്തായാലും ഇതിന്റെ റിപ്പോർട്ട് എടുത്തോളൂ. എനിക്ക് പഴയ കേസിലുള്ള സംശയം എന്താന്ന് വെച്ചാൽ മരിച്ച അമ്മൂമ്മേനെക്കാട്ടിലും എതിർഭാഗത്തുള്ള പെണ്ണ് 11 വർഷമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഞാൻ അവളുടെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് നോക്കി. അവളുടെ പേരിൽ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഇല്ല, പഴയ ഹിസ്റ്ററി ഡാറ്റാസ് ഒന്നും തന്നെയില്ല. ഡ്രൈവർ ലൈസൻസ്, ആധാർ കാർഡ്, പാൻ കാർഡ് ഇതൊന്നുമില്ല. ഒരു രേഖയും ഇല്ലാത്തൊരു പെണ്ണ് ഇത്രയും എക്സ്പെൻസീവായ ഫ്ലാറ്റിൽ എങ്ങനെയാണ് താമസിക്കുന്നത്? അതൊരു വലിയ മിസ്റ്ററി അല്ലേ? അത് കഴിയുമ്പോൾ കൂട്ടുകാരൻ പോലീസ് പറയും, ന്യൂയോർക്ക് സിറ്റിയിൽ ഇങ്ങനെ ഒരുപാട് മിസ്റ്ററികളുണ്ട്. പെണ്ണെങ്ങനെ കാണാൻ സുന്ദരിയാണോ? അതുകൊണ്ടല്ലേ നിനക്ക് ഇത്ര ക്യൂരിയോസിറ്റി? ഹീറോ പറയും, പെണ്ണ് കാണാൻ സുന്ദരിയൊക്കെ തന്നെയാണ്, മണ്ടിയുമല്ല, പക്ഷെ ഒരു വിക്ടിമിനെ പോലെയുണ്ട്, നമുക്ക് നോക്കാന്ന് പറയും ഹീറോ. ആ സമയത്ത് ഇവിടെ ഹീറോയിന്റെ വീട്ടിൽ അയൽക്കാരി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. അനാവശ്യമായി നിങ്ങൾ ഇതിലേക്ക് വലിച്ചിട്ട് ബുദ്ധിമുട്ടിച്ചു, എന്നോട് ക്ഷമിക്കൂ എന്ന് പറയും അവൾ ഹീറോയിനോട്. ഹീറോയിൻ അതൊന്നും കുഴപ്പമില്ല, താൻ വീണ്ടും അയാളുടെ അടുത്തേക്ക് പോകുന്നത് കാണുമ്പോഴാണ് എനിക്ക് ഭയം. അയൽക്കാരി പറയും, ഇല്ല കുഴപ്പമൊന്നുമില്ല, ഇപ്പം അയാൾക്ക് ലഹരി തെളിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഇനി അയാൾ ഉപദ്രവിക്കൊന്നുമില്ല. ഇവിടെ എവിടെയാണ് കണ്ണാടി? ഞാനത് മുഖം നോക്കട്ടെ എന്ന് പറഞ്ഞ് ഈ അയൽക്കാരി ചെന്ന് മുഖം നോക്കുമ്പോൾ മോന്ത ഇടിച്ച് ചെളിക്കിയതിന്റെ പാടുണ്ട് മുഖത്ത്, രക്തം കട്ട പിടിച്ചിട്ടുണ്ട്. അത് കണ്ട് അവൾ കരയും. ഞാൻ ഇത്രയും വലിയൊരു മണ്ടി പെണ്ണായല്ലോ, ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി മാത്രമായിട്ടൊരു ജന്മം, ഞാൻ നിസ്സഹായ ആയല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ കരയുക. ഹീറോയിൻ അവളെ സമാധാനിപ്പിക്കും, ഒരു ചായ ഉണ്ടാക്കി ഇട്ട് കൊടുക്കും, എല്ലാം ശരിയാവെന്ന് പറഞ്ഞിട്ട്. അപ്പം അയൽക്കാരി താൻ എന്തുകൊണ്ടാണ് വിസിറ്റേഴ്സിനെ ഒന്നും കയറ്റാത്തത്, ഈ ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്തത്, താൻ ആരെയെങ്കിലും ഭയക്കുന്നുണ്ടോ അതോ ഇങ്ങനെ ശീലമായതുകൊണ്ടാണോ എന്ന് ചോദിക്കും. അപ്പൊ ഹീറോയിൻ പറയും, ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ തന്നെ ഒറ്റയ്ക്കിരിക്കുന്നതാണ് സമാധാനം എന്ന് ഞാൻ മനസ്സിലാക്കി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒറ്റയ്ക്കിരിക്കുന്നത്. അത് കേട്ട് അയൽക്കാരി പറയും, ചില സമയത്ത് ഞാനും ആലോചിക്കാറുണ്ട് ഒറ്റയ്ക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന്, എന്നാൽ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ വിഷമിക്കുക. ഈ സീനെല്ലാം കഴിഞ്ഞ് ആ അയൽക്കാരി പോയതിനു ശേഷം ഹീറോയിൻ അങ്കിളിനെ വിളിക്കും. എന്നിട്ട് ഈ അയൽക്കാരിക്കുണ്ടായ അപകടം, അയൽക്കാരി ഇവള് സഹായിച്ചത്, ഇതെല്ലാം അങ്കിളിനോട് പറയുന്നുണ്ട്. ഈ അയൽക്കാരിയെ കണ്ടപ്പോൾ ചെറുപ്പത്തിൽ താൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച അടി പോലെ തോന്നി. ആ സീനെല്ലാം ഓർമ്മ വന്നു. എന്നെ തന്നെയാണ് അവളിൽ ഞാൻ കണ്ടത്, അതുകൊണ്ടാണ് ഞാൻ അവളെ സഹായിച്ചതെന്ന് പറയും ഹീറോയിൻ. അപ്പം അങ്കിള് എന്നൊരു കാര്യം ചെയ്, അവളുമായിട്ട് കൂട്ടുവെച്ചോ, നിന്നെ പോലെയുള്ള പെണ്ണെന്നെയാണെന്നല്ലേ പറഞ്ഞ് അവളെ ഭർത്താവിനെ അറിയാതെ അവളെ ഡിന്നറിനെ വിളിച്ച് നീ ഭക്ഷണം കൊടുക്ക്. അയൽപ്പക്കത്തൊരു കൂട്ടുകാരി ഉള്ളത് നല്ലതല്ലേ? എന്തായാലും അമ്മൂമ്മ പോയ സ്ഥിതിക്ക് നിനക്ക് അവളൊരു കൂട്ടായിരിക്കും. ഇങ്ങനെ അങ്കിൾ ഉപദേശം കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ അയൽക്കാരനും അയൽക്കാരിയും തമ്മിൽ പ്രഭാതത്തിൽ അടിയിടിയും വഴക്കെല്ലാം മാറി തമ്മി സ്നേഹമായിട്ടുണ്ട്. അയാൾ സോറി ചോദിച്ച് ഭാര്യയ്ക്ക് ഒരു ചുംബനം കൊടുക്കും. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും, ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഒരുമിച്ച് പർച്ചേസിങ്ങിന് പോകുന്നു. കുറെ തുണിയും മണിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇത് വാങ്ങിച്ച് ഫ്ലാറ്റിലേക്ക് വരുന്ന വഴി അറിയാതെ മാനേജർ ഇവരെ ഇടിച്ചിട്ട് തുണികളെല്ലാം താഴെ തെറിച്ചു പോകുന്നു. മാനേജർ സോറി ചോദിച്ച്, ഈ തുണികളെടുക്കാൻ ഞാൻ സഹായിക്കാം, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞ് ആ തട്ടിത്തെറിച്ചു പോയ തുണികളെല്ലാം പെറുക്കി കൂട്ടി മാനേജറും ഈ കപ്പിൾസിനോടൊപ്പം അവരെ ഫ്ലാറ്റിലേക്ക് പോകുന്നുണ്ട്. കപ്പിളിന്റെ സാധനങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് മാനേജർ പറയും, ദാണ്ട് അവിടെയാണ് ആ അമ്മൂമ്മ മരിച്ചു കിടക്കുന്നത് ഞാൻ കണ്ടത്, സ്റ്റെപ്പിൽ നിന്ന് കാല് വഴുതി വീണതായിരിക്കും എന്നാണ് പോലീസുകാർ പറഞ്ഞ്. അവർ മരിച്ചു കിടക്കുന്ന സീൻ ഇപ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് പോകുന്നില്ല. പെട്ടെന്ന് ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന, ഞാനിത് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കാൻ പാടില്ലായിരുന്നു, പറഞ്ഞത് മോശമായി പോയെങ്കിൽ ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ട് മാനേജറും എല്ലാം അവിടെ നിന്ന് തടി
തപ്പി ഊരി വരുന്നുണ്ട്. സംഭവം ഈ മരണക്കഥ മാനേജർ പറയാൻ കാരണം ഒരുപക്ഷെ അവരെ ഒഴിപ്പിക്കാനായിരിക്കും, ആ ഫ്ലാറ്റിൽ നിന്ന് ഒഴിപ്പിക്കാനായിരിക്കും. എന്തായാലും അതങ്ങനെ നിൽക്കുമ്പോൾ ഈ മാനേജർ അയൽക്കാരെ വീട്ടിൽ നിന്ന് ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അതേ സമയത്ത് അയാൾ കാണാൻ വേണ്ടി അയാൾ കാണുക ഹീറോയിൻ ഒരു ലെറ്റർ താഴെക്കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മാനേജറുമായിട്ട് എപ്പോഴും ലെറ്റർ മുഖാന്തരമാണ് ഹീറോയിൻ സംസാരിക്കുക. മാനേജർ ആ ലെറ്റർ എടുത്ത് നോക്കിയിട്ട് അത് എതിർഭാഗത്തെ വീട്ടിലുള്ള അയൽക്കാരിക്കുള്ള ലെറ്ററാണെന്ന് മനസ്സിലാക്കി കതകുമുട്ടി ആ ലെറ്റർ നമ്മുടെ ഹീറോയിൻ കൊടുത്താണെന്ന് പറഞ്ഞ് അയൽക്കാരിക്ക് കൊടുക്കും. അയൽക്കാരി ആ ലെറ്റർ വായിച്ചു നോക്കുമ്പം ഇന്ന് രാത്രി തനിച്ച് ഡിന്നറിന് വായോ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് ലിലിയം എന്നാണ് എഴുതിയിരിക്കുന്നത്. അയൽക്കാരിയുടെ പേര് ലിലിയം എന്നാണ്. അങ്ങനെ ഹീറോയിൻ പറഞ്ഞനുസരിച്ച് രാത്രി അയൽക്കാരി ഹീറോയിന്റെ വീട്ടിലേക്ക് ഡിന്നർ കഴിക്കാൻ ചെല്ലുന്നു. രണ്ടുപേരും പല ലോക കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. ഒപ്പം അയൽക്കാരി ലില്ലിയം തന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും പറയും. അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചതാ, അമ്മയാണെങ്കിൽ വലിയ മദ്യപാനിയായിരുന്നു, അതുകൊണ്ട് സമാധാനം ഉണ്ടായിരുന്നില്ല. വീട് വിട്ട് ഇറങ്ങിയ പെണ്ണിന്റെ കയ്യിൽ വെറും $7 20 സെന്റും ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ണാനോ ഉറങ്ങാനോ ഉള്ള സ്ഥലമോ സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇപ്പം ഈ കല്യാണം കഴിച്ചിരിക്കുന്ന ചാർലിയെ കാണുന്നത്. രണ്ടുപേരും ഇഷ്ടത്തിലായ അന്ന് മുതൽ ഇന്ന് വരെ ഇവളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ചാർലിയാണ്. ചാർലിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ തനിക്ക് ജീവിതമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അയാളുടെ ഉപദ്രവമെല്ലാം ഈ പെണ്ണ് ഏറ്റുവാങ്ങുന്നത്. സഹിച്ചിങ്ങനെ കൂടെ പുറത്തിരിക്കുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അയൽക്കാരി ഹീറോയിനെ പറ്റി ചോദിക്കും, അവളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഹീറോയിൻ പറയും, എൻ്റെ അച്ഛനും വലിയ മദ്യപാനിയായിരുന്നു, അയാൾ അമ്മയെയും ഉപദ്രവിക്കും എന്നെയും ഉപദ്രവിക്കും, ഞങ്ങൾ രണ്ടുപേരെയും ഒരുപാട് അബ്യൂസ് ചെയ്യുമായിരുന്നു. അയാൾ എതിർക്കാൻ കഴിയില്ല, കാരണം അതിശക്തനായിരുന്നു അയാൾ. മണി പവറും പൊളിറ്റിക്കൽ പവറും ഉണ്ടായിരുന്നു. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാത്തിൻ്റെയും കൺട്രോൾ അയാളുടെ കയ്യിലായിരുന്നു. എൻ്റെ ഇഷ്ടങ്ങൾ അങ്ങേര് നോക്കിയിട്ടില്ല. അങ്ങേരുടെ ഇഷ്ടങ്ങൾ മാത്രമാണ് എൻ്റെ തലയിൽ അടിച്ചമർത്താൻ ശ്രമിച്ചത്. അതിൽ നിന്നും എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ അയൽക്കാരി ചോദിക്കും, സോ നിങ്ങളൊരു പണക്കാരിയായിട്ടാണ് വളർന്നത് അല്ലേ? ഹീറോയിൻ അതേന്ന് പറയുന്നു. ഞാൻ എന്തായാലും പാർക്കിലാണ് വളർന്നത്, ഒരു തെരുവ് പെണ്ണായിട്ട് എന്ന് പറഞ്ഞിട്ട് അയൽക്കാരി ചിരിക്കുന്നു. അത് കഴിഞ്ഞ് അയൽക്കാരി ചോദിക്കും, അപ്പം എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ അച്ഛനിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന്. അപ്പോഴാണ് ഹീറോയിൻ പറയുന്നത് അവൾ എങ്ങനെയാണ് ഈ ഫ്ലാറ്റിലേക്ക് എത്തിപ്പെട്ടതെന്നുള്ള രഹസ്യം. ഇവൾക്കൊരു ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു, അതാണ് നമ്മുടെ അങ്കിൾ, ഇവളിടയ്ക്ക് ഫോൺ വിളിക്കുന്ന അങ്കിൾ. ആ ഫാമിലി ഫ്രണ്ടാണ് ഇവളെ സഹായിച്ചത് അച്ഛൻ ഇന്ന് രക്ഷപ്പെടാനായിട്ട്. പുള്ളിക്കാരൻ ഇവളുടെ രേഖകളെല്ലാം നശിപ്പിച്ച് അച്ഛൻ്റെ കയ്യിൽ പിടിക്കപ്പെടാത്ത രീതിയിൽ ഇവളെ കൊണ്ടുവന്ന് ഈ ഫ്ലാറ്റിൽ താമസിപ്പിക്കുകയായിരുന്നു. പിന്നീട് അച്ഛൻ എങ്ങനെ തേടിയിട്ടും ഇവളെ കണ്ടുകിട്ടിയില്ല. ചെറുപ്പത്തിലെ ട്രോമ കാരണം അറിയാത്ത മനുഷ്യരെ പേടിയാണ്. അതുകൊണ്ട് പകൽ വെളിച്ചത്തിൽ ആൾക്കാരുള്ള സമയത്ത് ഇവള് പുറത്തേക്ക് ഇറങ്ങില്ല. ആരുമില്ലാത്ത സമയം, എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ആരും കാണാതെ ഇവള് പാർക്കിലേക്കൊക്കെ ഇറങ്ങി നടന്നു പോയിട്ട് തിരിച്ചു വരും. എനിക്കിപ്പോൾ അങ്ങനെ ജീവിക്കാനേ അറിയൂ എന്ന് ഹീറോയിൻ പറയുമ്പോൾ അയൽക്കാരി, ഞാൻ അങ്ങനെ ജീവിക്കാൻ നിന്നെ അനുവദിച്ചില്ലെങ്കിലോ? ഞാൻ അനുവദിക്കില്ല. നമുക്ക് നല്ല പകൽ വെളിച്ചത്തിൽ തന്നെ പുറത്തു പോകണം. ഇവിടെ ഒരു ഫ്ലവർ ഷോപ്പ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് നിന്നെ കൊണ്ടുപോകും. ഹീറോയിന് അങ്ങനെ പുറത്തു പോകാൻ പേടിയാണ്. എനിക്കത് സേഫ് അല്ല എന്ന് പറയുമ്പോൾ, ഇത്രയും സുന്ദരിയായ നീ ഇങ്ങനെ അടച്ചുപൂട്ടി വീട്ടിലിരിക്കരുത്, നീ പുറത്തിറങ്ങണം, പുറം ലോകം കാണണം, പുറത്തുള്ള ആൾക്കാർ നിന്നെയും കാണണം, നിന്റെ ഭംഗി നാട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ, ആമ്പിള്ളേർ എത്ര പേരാ നിന്റെ പുറകെ നടക്കുന്നതെന്ന് കണ്ടോ, ഞാൻ നിന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് അയൽക്കാരി ഹീറോയിന്റെ കയ്യിൽ തുടർന്നുകൊണ്ട് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ നല്ല ക്ലോസ് ഫ്രണ്ട്ഷിപ്പായി. ഈ സമയത്ത് ഹീറോ അമ്മൂമ്മയെ ചികിത്സിക്കുന്ന ഡോക്ടറെ തേടി വരുന്നു. ഹീറോ പോലീസും ബഡ്ഡി പോലീസും. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. അമ്മൂമ്മയെ ചികിത്സിക്കുന്ന ഡോക്ടർ മറ്റാരുമല്ല,